വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, മിനി പാർക്ക് സുഹൃത്തുക്കളെ, ബാബരാഗം ഓർക്കസ്ട്ര സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയങ്കരനായ വിജയേട്ടൻ്റെ വിയോഗത്തിൽ ഒരു അനുശോചന പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ ഇന്നിവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. വിജയേട്ടനെ നമുക്ക് ഓരോരാൾക്കും വ്യക്തിപരമായിട്ട് മാത്രമല്ല എല്ലാവർക്കും ഇവിടെ സുഹൃത്തുക്കളാണ് നമ്മുടെ വിജയേട്ടൻ ബാബരാഗ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ വിജയേട്ടൻ്റെ ജീവനാടിയും അതിൻ്റെ സ്ഥാപകനും എല്ലാമായിരുന്നു വിജയേട്ടൻ. നമ്മൾ ഇതിൽ ബാബരാഗ ഓർക്കസ്ട്രയിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് വിജയേട്ടനോട് നമുക്ക് പറയാനുള്ളത് വിജയേട്ടനോട് ഒരുപാട് നന്ദിയാണ്. എന്നുവെച്ചാൽ ബാബരാഗ ഓർക്കസ്ട്രയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയേട്ടൻ തന്നെ. വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തികളെ, കണ്ണപുരം മിനി പാർക്കിൻ്റെയും അതുപോലെ ബാബരാഗം ഓർക്കസ്ട്രയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ ഒരു അനുസ്മരണ ചടങ്ങിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. വിജയേട്ടനെ ആർക്കും എന്താ പറയണ്ടേ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷ സഹചാരിയാണ്. ബാബരാഗത്തിൻ്റെ എല്ലാമാണ്. ബാബരാഗം ഇല്ലാത്ത ഒരു വിജയേട്ടനെയും വിജയേട്ടനില്ലാത്ത ഒരു ബാബരാഗത്തെയും നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. പ്രിയമുള്ളവർ, സദസ്സിലും വേദിയിലുമുള്ള മഹാപ്രതിഭകൾ, കാരണം വേദിയിലെല്ലാം മഹാരഥന്മാരാണ്, സദസ്സിലും അതെ. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്നിട്ട് എന്താണ് പറയേണ്ടത്, ഞാൻ ഇതിൻ്റെ പരിപാടി ആസൂത്രണം ചെയ്യാൻ വിനീഷിനോട് മുമ്പേ മരിച്ച ദിവസം തന്നെ വിജയേട്ടൻ മരിച്ച ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രമോദിനോട് പറഞ്ഞപ്പോൾ പ്രമോദ് അന്ന് രാത്രി തന്നെ ഒരു പോസ്റ്റ് എനിക്കിട്ടു വിജയേട്ടൻ്റെ അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ട്. അതൊരു ഉദ്ഘാടനം ഞാനും മുഖ്യാതിഥി രാമേന്ദ്രൻ മാഷുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പ്രമോദിനോട് പറഞ്ഞു, പ്രമോദെ തല ഇരിക്കുമ്പോൾ വാലാടേണ്ട ആവശ്യമില്ല. രാമേന്ദ്രൻ മാഷോട് ചോദിച്ചിരുന്നു രാമേന്ദ്രൻ മാഷ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെക്കാളും പ്രായമുള്ള പലരും ഈ വേദിയിൽ തന്നെ പോകും. എം ആർപ്പേട്ടൻ, KK പോലുള്ള ആൾക്കാർ വിജയേട്ടനായിട്ട് അവരുടെ നാട്ടുകാരാണ് എല്ലാമാണ്. പ്രമോദ് പറഞ്ഞു, വിനോട്ടം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് ശിരസ വഹിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ഉദ്ഘാടനം എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും നിങ്ങളുടെ എല്ലാം സമ്മതപ്രകാരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കട്ടെ. ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോട്ടോക്കോൾ തെറ്റിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വേദിയിൽ ഇന്ന് സംസാരിക്കുന്നത്. കാരണം വളരെ സീനിയറായ നമ്മൾ ഏറ്റവും ബഹുമാനത്തോടു കൂടി കാണുന്ന പ്രിയപ്പെട്ട അനിൽകുമാർ സാർ, അതുപോലെ എൻ്റെ സ്വന്തം, എങ്ങനെയാണ് നമ്മുടെ ബന്ധം നിർവചിക്കേണ്ടത് എനിക്കറിയില്ല, KK, അനുഭവങ്ങളുടെ ഒരു കുമ്പാരമാണ്. അതുപോലെ MR പേട്ട, ഇവരൊക്കെ ഉണ്ട് ഇവിടെ. ഇവരിയ്ക്കുകയാണ് എന്നെ ഈ വേദിയിലേക്ക് സംസാരിക്കുവാൻ ക്ഷണിച്ചിരിക്കുന്നത്. അത് കൃത്യമായൊരു ഉദ്ദേശം അവർക്ക് ഉണ്ടാവും സൂണാട്ടം വിളിച്ചത്. ഈ ഒരു ചടങ്ങിന് വിജുവാട്ടനുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി മാക്സിമം ഒരു എഫേർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നതൊരു സത്യമാണ്. കല്യാശ്ശേരി കണ്ണപുരത്താണ് എൻ്റെ വീട്. കല്യാശ്ശേരി കണ്ണപുരം ഞങ്ങളുടെ ശ്മശാനത്തിൽ ആണ് അദ്ദേഹത്തെ ദയിപ്പിക്കുന്നത്. വളരെ പഴയ ആളാണ്. നമ്മുടെ ഈ പ്രദേശത്തെ ഒരു വടവൃക്ഷം, സംഗീതത്തിൻ്റെ വടവൃക്ഷം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മാഷിൻ്റെ അച്ഛൻ, നമ്മുടെ വിനോട്ടൻ്റെ ഗുരുനാഥൻ്റെ അച്ഛൻ പണിക്കർ ഭാഗവതരുടെ ശിഷ്യനാണ്. ആ ശിഷ്യ പരമ്പരയിൽ വരുന്ന ആളാണ് ചേരരാമാട്ടൻ. ചേരരാമാട്ടൻ്റെ കൈവശത്തു നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും സംഗീതത്തിൻ്റെ കുറേ കാര്യങ്ങൾ സ്വായത്തമാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചേരരാമാട്ടൻ വേറെ ശിഷ്യൻ എവിടെ ഇരിക്കുന്നത് പ്രിയപ്പെട്ട വത്സാട്ടൻ. ഇതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിന് പുറമെ ഹാർമോണിയം, കീബോർഡിന് പുറമെ വയലിൻ, എനിക്ക് തോന്നുന്നു അത് മാട്ടൂരിലെ ഒരു ഇതേപോലെ സംഗീതവുമായി ബന്ധപ്പെടുന്ന കണ്ണാട്ടനാണ്. ഞാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഔട്ട്ലെറ്റിൽ വിജയുടെ പേര് വരുന്നു. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കുടുംബസ്ഥനെന്ന നിലയിൽ പെർഫെക്റ്റാണ് വിജയേട്ടൻ പറയുകയാണ്.
മുഹമ്മദ് നമുക്കൊന്ന് എല്ലാവരും പണ്ടത്തെ ആളുകളെ കൂട്ടി നമുക്ക് ഒന്ന് ഇതൊന്ന് പുനരുജ്ജീവിപ്പിക്കണം. പ്രിയരെ, ഞാൻ മിനി പാർക്കിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഈ അനുശോചന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മിനി പാർക്ക് വളരെ മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. ഞാനതിന് ഇടയിൽ നിന്ന് കയറി എന്ന് മാത്രമേ ഉള്ളൂ. മിനി പാർക്കിൻ്റെ ഓഫീസ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, അന്നപൂർണി സ്റ്റോറിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്ന സമയത്ത് ആണ് ഒരുപക്ഷെ ആദ്യമായി വിജയേട്ടനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, അദ്ദേഹം വളരെ നിശബ്ദനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹം ഭാവരാഗത്തിൻ്റെ എല്ലാമാണ് എന്ന് മിനി പാർക്കിലെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ നിശബ്ദനായിട്ടിരുന്ന് ഇപ്പോൾ വളരെ വിശദമായി പറഞ്ഞതുപോലെ ഇത്രയും വലിയ സംഘാടനം നടത്തുന്നത് എന്നുള്ളത് അത്ഭുതമാണ്. ഭാവരാഗത്തിൻ്റേതായി, മിനി പാർക്കിൻ്റേതായി കുറേ പേർ അവിടെ പാടുമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിക്കും, ഇദ്ദേഹം പാടുന്നില്ലല്ലോ, ഇദ്ദേഹം സംഗീതത്തിൻ്റെ ആളാണല്ലോ, അപ്പോൾ അദ്ദേഹം ഉപകരണ സംഗീതത്തിൻ്റെ ഒക്കെ ആളായിട്ടാണ്, ഗാന സംവിധാനത്തിൻ്റെ ഒക്കെ ആളായിട്ടാണ് എന്നതാണ് പിന്നീട് അറിയുന്നത്. സാധാരണ ഇത്തരം അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നത് വിവിധ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ആരെയാണോ അനുസ്മരിപ്പിക്കുന്നത് അയാളെ നെഞ്ചിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തന്നെയായിരിക്കും എല്ലാവർക്കും പറയാനുണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് പോകേണ്ട വരും തോന്നുന്നില്ല. എങ്കിലും വിജയൻ്റെ ഒരു ബയോഡാറ്റ പോലെ പ്രമോദ് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു രത്നചുരുക്കം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഞാനും വിജയനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് കരുതിയാൽ വളരെ ചെറുപ്പത്തിലെ അടുത്ത വീട്ടുകാരും നാട്ടുകാരും എന്നുള്ള ഒരു ബന്ധത്തിനപ്പുറം പലപ്പോഴും ഞാൻ എന്താണെന്ന് എന്നെ മനസ്സിലാക്കുന്നതിന് മുമ്പേ, കാരണം പറയാൻ കാരണം ഞാനൊരു ദിവസം എന്തോ ജോലി എടുക്കുമ്പോഴാണ് വിജയൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്. വന്നിട്ട് എന്നോട് പറയുന്നതെന്ന് കരുതിയാൽ, ഞങ്ങളൊരു നാടകം എടുക്കേണ്ട പരിപാടിയുണ്ട്, നീ അതിൽ അഭിനയിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്തതാണ്. അതില്ല, നിങ്ങൾ പറഞ്ഞു, നമുക്ക് എല്ലാവരും കൂടി നടത്താം. ഇത് പറഞ്ഞു വരുന്നത് വിജയൻ എന്ന വ്യക്തി പലപ്പോഴും ഒരരങ്ങ് കാണാത്ത നടനാണ്. എല്ലാവരെയും അരങ്ങത്ത് കൊണ്ടുവരികയും അയാൾ അരങ്ങിൻ്റെ പിന്നാലെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം, അതൊരു ചെറിയ കാര്യമല്ല. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കഥയല്ല അത്. കാരണം എല്ലാവരും പുതപ്പ് വാങ്ങുന്നത് പുതക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ വിജയനെ സംബന്ധിച്ചിടത്തോളം പുതപ്പ് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ, ഒരിക്കലും പുതുക്കാൻ വെച്ചില്ല. ശരിക്കും ഈ സംഗീത രംഗത്തോ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തോ പൂർണ്ണമായി ഒരരങ്ങ് കാണാത്ത നടൻ എന്ന ഒരു കഥാപാത്രത്തെ ഞാൻ പലപ്പോഴും അയാളെ ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൂടുതൽ കാര്യങ്ങൾക്ക് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒറ്റ കാര്യം പറയാനുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു അവധാനമായിട്ടല്ല ഇത് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പഴയ കാലത്തെ നാടകമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട കാര്യമുണ്ട്. അന്ന് ആനന്ദഗോശാല എന്നുള്ളത് എന്നെപ്പോലത്തെ ഒരാൾക്ക് ആഘോഷം എന്നത് വിഷു മാത്രമായിരുന്നു. വിഷു മാത്രമേ എൻ്റെ എല്ലാം ധാരണയുടെ ആഘോഷമായിട്ടുള്ളൂ. എന്തുകൊണ്ടാൽ അത് കരിമരുന്ന് കത്തിക്കുക എന്നതാണ്. പക്ഷെ അതല്ല, ഓണം എന്ന ഒന്നുണ്ടെന്നും അതിൻ്റെ ശരിയായ വശം എന്താണെന്നും പഠിപ്പിച്ചതെന്ന് ഒരു പക്ഷേ ആനന്ദഗോശാലയാണ്. കാരണം ഒരു വർഷത്തിൽ ആദ്യമായി ഒരു നാടകം അവതരിപ്പിക്കുന്നത് ആനന്ദഗോശാലയാണ്. അങ്ങനെ ഞാൻ കുറച്ചു കാലം അതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും പല നാടകവും ഒരുപക്ഷെ ആഗസ്റ്റിൽ ലാസ്റ്റിലോ സെപ്റ്റംബർ 10 വരുന്ന ഓണത്തിന് ഏപ്രിൽ മുതലേ തുടങ്ങും. ചുരുങ്ങിയ ഒരു 3 മാസം നിരന്തരമായി ആനന്ദഗോശയിലായിരിക്കും നമ്മുടെ രാത്രി. അങ്ങനെ നോക്കുമ്പോഴാണ് പല പ്രമുഖരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞത്. അതിലൊന്ന് പട്ടുവ മുസ്തഫ ഉണ്ടായിരുന്നു, നേരത്തെ ഇവിടെ പേര് വന്ന ചേര കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു,
കണ്ണൂർ വാസൂട്ടി, ഇന്ദു എന്ന ചന്ദ്രമാഷ്, ഇവരൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ബന്ധം വെക്കാൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് വിജയൻ എന്നത് ശരിക്കും ഒരു വിജയൻ തന്നെയാണ്. കാരണം അയാൾ അന്ന് പറഞ്ഞ അയാളെ ഞാൻ വല്ലാതെ ഭയത്തോടു കൂടിയായിരുന്നു പോയത്. എപ്പോഴും ഒരു വലിയ സംഘാടകനാവുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല. പക്ഷെ ചില ആൾക്ക് ഏതെങ്കിലും ഒന്നാവാൻ കഴിയും. നമ്മൾ സാധാരണ കലാകാരന്മാരെ കുറിച്ച് പറയാറുണ്ട്, അവർ വെറും കലാകാരന്മാർ മാത്രമേ ആവുള്ളൂ. കുടുംബജീവിതം എന്താണെന്നോ ഇനി അഥവാ ഉണ്ടെങ്കിലും അത് തികച്ചും ദുരന്തമായിരിക്കും. പക്ഷേ വിജയനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രംഗത്തും ഓസ്കാർ വാങ്ങുന്ന രംഗത്തിലേക്ക് എത്തിയെന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്. ഒരിക്കലും തൻ്റെ പ്രതിഫലം കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ പ്രതിക്കാത്ത ഒരു കലാകാരനായിരുന്നു ഈ അരങ്ങ്. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് 2 മിനിറ്റ് സമയം സംസാരിക്കുന്നുണ്ട്. കാരണം ചേട്ടൻ പലപ്പോഴും പറയാറുണ്ട്, സംസാരത്തിൽ കുറച്ച് പാട്ടുപാടുന്നു മെലഡി ഗാനങ്ങളാണ് വിജയേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് മാഷാണ്. വിജയേട്ടനെ പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലിരുന്നു നമ്മുടെ ചെറുതിൻ്റെ ഒരു വലിയ സ്വത്താണ് വിനോദ് മാഷ്. അതുപോലെ തന്നെ നമ്മുടെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ പ്രമോദ് വളരെ കറക്റ്റായിട്ട് വിജയേട്ടൻ്റെ കാര്യങ്ങളെല്ലാം വിജയേട്ടൻ്റെ ജനനം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനിൽകുമാർ സാറ് നമുക്ക് ഏറ്റവും അറിയാമെന്നറിയില്ല വലിയ കലാകാരനാണ്. നമ്മളൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ യോഗ്യനല്ല. അത്ര വലിയൊരു കലാകാരനാണ് അദ്ദേഹം. ഗാനങ്ങൾ വെച്ചു ജഡ്ജസിന് പോകണം. അപ്പോൾ ജഡ്ജസിന് വരുമ്പം ഫസ്റ്റ് തന്നെ മാഷ് പറഞ്ഞ പേര് ഡിസംബർ അറിയുമെന്നറിയില്ല, എനിക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ വിജയേട്ടനെല്ലാം സെലക്റ്റീവായിട്ട് ആൾക്കാരെ വളർത്തിയെടുക്കുക എന്നുള്ളത്, മറ്റുള്ളവൻ്റെ ഹെൽപ്പായി മാറുക എന്നുള്ളത് ഒരു മനുഷ്യ ജന്മത്തിൽ ഏറ്റവും കിട്ടുന്ന സൗഹൃദപരമായതാണ്. ഹെൽപ്പ് ടു അതേഴ്സ്, അതാണ് ഏറ്റവും വലിയൊരു മോട്ടോ ഓഫ് ദ മനുഷ്യൻ. നമ്മൾ ജീവിച്ച് മരിക്കുന്നതിടയിൽ നമുക്ക് ഒരുപാട് കർത്തവ്യങ്ങളുണ്ടാവും. പക്ഷെ അത് സംഗീതത്തിലൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. സംഗീതം മെഡിസിനാണ്. നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ ഡോപ്പാമിൻ ഓക്സോട്ടോക്കിയ എന്ന് പറയുന്ന ഹോർമോണുകൾ നമ്മുടെ തലയിലേക്ക് വെച്ച് ഒരുപാട് പ്രതിരോധ ശക്തി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഗീതം നമ്മൾ പാടുന്നത് കൊണ്ട് തന്നെയാണ് വിജയേട്ടൻ പലപ്പോഴും രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ കാരണം സംഗീതം, ഈശ്വരനായ സംഗീതം തന്നെയാണ്. നമ്മളൊക്കെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട സംഗീത കലാകാരന്മാരാണ്. അപ്പോൾ നമുക്ക് ഏറ്റെടുക്കേണ്ട ദൗത്യം ഈ വിജയത്തിൻ്റെ അനുസ്മരണ സ്മരണകൾ ഈ കണ്ണൂർ ജില്ലയിൽ അല്ലെ കേരളത്തിൽ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം, ചരിത്രപരമായ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വേദിയിലിരിക്കുന്ന എനിക്കേറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ ശ്രീ VS അനിൽകുമാർ, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റുള്ളവരെല്ലാവരും, പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും എനിക്ക് വളരെയേറെ ഹൃദയബന്ധമുള്ളവരാണ്. വളരെ ചെറുതിലെ നല്ല അടുപ്പമുള്ളവരാണ്. സത്യം പറഞ്ഞാൽ രേഖയിലില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നോട് സംസാരിക്കാൻ നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ല. വിജയേട്ടനെ കുറിച്ച് പറയുന്നത് സദസ്സിലിരുന്ന് കേൾക്കാൻ വേണ്ടി വന്ന ഒരാൾ മാത്രമാണ് ഞാൻ. പക്ഷേ യാദൃശ്ചികമായിട്ട് വിജയേട്ടനെ കുറിച്ച് സംസാരിക്കുവാൻ അവസരം വന്നത് വിജയേട്ടനോടുള്ളൊരു സ്നേഹമുണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വിജയേട്ടനോടുള്ള ഒരു കടപ്പാടൊക്കെ കൊണ്ടായിരിക്കും. അവനവന് ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ എന്നത് അനിൽകുമാർ സാറിനറിയാം. CV ബാലകൃഷ്ണൻ്റെ അതിപ്രശസ്തമായ ഒരു നോവലാണ്. എന്നത് പുസ്തകമായി വായിച്ചിട്ടില്ല, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശ വായിച്ചതാണ്. വിജയേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആനന്ദം കണ്ടെത്താനുള്ള വഴിയായിരുന്നു സംഗീതവും അതുപോലുള്ള അത് സംബന്ധിച്ച് ഉള്ള സംഘാടനവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ പ്രമോദ് പറഞ്ഞതുപോലെ വിജയേട്ടൻ ആനന്ദമതക്കാരനായിരുന്നു. കർമ്മയോഗത്തിലും ഭക്തിയോഗത്തിലൊന്നും ആനന്ദമതക്കാർ വിശ്വസിക്കുന്നില്ല. അവർ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നില്ല. ഈ ലോകത്തിൽ മാത്രം വിശ്വസിക്കുക
ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ തേടുക, അഹിംസയുടെ മാർഗം സ്വീകരിക്കുക, ഒരു എറുമ്പിനെ പോലും നോവിക്കാതിരിക്കുക. വിഗ്രഹാരാധന അവർ ഇഷ്ടപ്പെടുന്നില്ല, വിളക്ക് കൊടുത്താൽ അങ്ങനെയുള്ള യാതൊരു ചടങ്ങുകളും ഇഷ്ടപ്പെടാത്ത ഒരു മതമായിരുന്നു ആനന്ദമതം. ആനന്ദമതത്തിൻ്റെ ഒരനുയായിയായാണ് വിജയേട്ടനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ആനന്ദ യോഗശാല ഞാനിപ്പോൾ വരുമ്പോൾ ബസ്സിൽ നിന്നും യോഗശാല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഒരു ആളൻ അല്ലെങ്കിൽ ഒരു നീറ്റൽ പെട്ടെന്ന് ഞാൻ വിജയേട്ടനെ ഓർത്തുപോയി. കാരണം ഞാൻ വിജയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ആനന്ദ യോഗശാലയിൽ വെച്ചാണ്. പ്രമോദ് പറഞ്ഞ പോലെ ഉത്രാടത്തിന് അവിടെ എല്ലാ വർഷവും കലാപരിപാടികൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു കലാപരിപാടി കാണാൻ പോയപ്പോഴാണ് വിജയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. വിജയേട്ടൻ വയലിൻ വായിക്കുന്നു. അവിടെ ഒരു ഗംഭീരം ഗാനമേള നടക്കുകയാണ്. ഞാൻ ആദ്യമായി കേട്ട ഒരു പ്രൊഫഷണൽ ഗാനമേള ആനന്ദ യോഗശാലക്കായിരുന്നു. അതിലെ അത്യുജ്വലമായിട്ട് പാടിയ ഒരാൾ പട്ടുവം മുസ്തഫയായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി പാട്ട്. യേശുദാസിനെ പോലെയൊക്കെ യേശുദാസിൻ്റെ പാട്ടുകളാണ് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പാടുന്നത്. അതിനു മുമ്പ് ഞാൻ അത്രയും മനോഹരമായ ഗാനമേള കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഗാനമേളയ്ക്ക് വയലിൻ വായിച്ചത് വിജയേട്ടനായിരുന്നു. പിന്നീട് ഞാൻ ചന്ദ്രൻ മാസ്റ്ററുടെ കൂടെ ആനന്ദയോഗശാലയിൽ ഒരു നാടക റിഹേഴ്സലിൽ പോയപ്പോഴാണ് വിജയേട്ടനെ അടുത്ത് പരിചയപ്പെടുന്നത്. അടുത്തിരുന്ന് വയലിൻ വായിക്കുന്നത്, വയലിൻ എന്ന ഒരു ഉപകരണം വളരെ അടുത്തിരുന്ന് ഞാൻ കാണുന്നത് വിജയേട്ടനെ കേൾക്കണം. വിജയേട്ടൻ വായിക്കുന്നതാണ് കേട്ടത്. ചന്ദ്രമാഷ് സംഗീതം ചെയ്യുന്ന ഇന്ദു കണ്ണപുരം ഒരു നാടകത്തിൻ്റെ റിഹേഴ്സലിനാണ് ഞാൻ പോയത്. ചന്ദ്രമാഷ് അസാമാന്യ പ്രതിഭയായ എഴുത്തുകാരൻ, നടൻ, അതുപോലെ സംഗീതജ്ഞൻ. ഹാർമോണിയം വായിക്കും, പുല്ലാങ്കുഴൽ വായിക്കും, എടക്ക വായിക്കും, ചെണ്ട കൊട്ടും. അങ്ങനെ ആ നാടകത്തിൻ്റെ റിഹേഴ്സലിന് അവിടെ ഇരിക്കുന്നു. ഇദ്ദേഹം വയലിൻ വായിക്കുന്നു, ചന്ദ്രമാഷെ കൊണ്ട് ഫ്ലൂട്ട് വായിപ്പിക്കുന്നു, ഇടക്ക വായിപ്പിക്കുന്നു. അത് ആ നാടകത്തിൽ KK റാം അഭിനയിച്ചിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ പേര് ഇതിഹാസം എന്നോ അല്ലെങ്കിൽ പ്രയാണം എന്നോ ആണ്. കണ്ണപുരം ബക്കർ എഴുതിയ നാടകമാണിത്. അതൊരുപാട് മത്സര വേദികളിലൊക്കെ അവതരിപ്പിക്കപ്പെട്ട ഒരു നാടകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വിജയേട്ടനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? പിന്നീട് തൊട്ടടുത്ത വർഷം ആനന്ദയോഗശാലയുടെ ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മദിനാഘോഷത്തിന് ഉത്രാട രാവിൽ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ വിജയേട്ടൻ ഞങ്ങൾക്ക് അവസരമൊരുക്കി തരും. കാട്ടുമുല്ല എന്ന വളരെയധികം വേദികളിലൊന്നും അവതരിപ്പിക്കാത്തൊരു കഥാപ്രസംഗമാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അതൊരു നല്ല കഥാപ്രസംഗമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പക്ഷേ ഞാനൊന്ന് വളർന്നു വരുന്നതേ ഉള്ളൂ. 1982 83 അങ്ങനെ ഏതോ വർഷത്തിലാണ്. പിന്നീട് എനിക്ക് റിഹേഴ്സൽ എടുക്കാൻ ഞാൻ ചന്ദ്രമാഷിൻ്റെ ഇടയ്ക്കപ്പുറത്തും അതുപോലെ പയ്യട്ടത്തൊക്കെ ആയിട്ട് കറങ്ങി നടക്കുമ്പോൾ വിജയേട്ടൻ എന്നെ ചേർത്ത് പിടിക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. വിജയേട്ടൻ പറഞ്ഞു, നീ എന്തിൻ്റെ ഇടയ്ക്കപ്പുറത്തേക്ക് പോകുന്നു? നമുക്കിവിടെ റൂമുണ്ട്. ഇവിടെ ഗിറ്റാർ വായിക്കുന്ന ഒരു വിജയനുണ്ട്, മരക്കമ്പനിക്കാരൻ. അദ്ദേഹത്തിൻ്റെ ആ മരക്കമ്പനിയുടെ മുമ്പിൽ അപ്സ്റ്റെയർ നല്ല റൂമുണ്ട്. നമുക്കവിടെ കഥാപ്രസംഗത്തിന് റിഹേഴ്സൽ ഒക്കെ സംഘടിപ്പിക്കാം. പയ്യട്ട രവി എന്നാണ് വിളിക്കുക. രവി അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത ഞാൻ വിജയേട്ടൻ്റെ വാക്കുകൾ സ്വീകരിച്ചില്ല. ഞാനവിടെ പോയതുമില്ല. പക്ഷേ ഞാൻ എൻ്റേതായ വഴികളിലൂടെ സഞ്ചരിച്ചു. പിന്നീട് ചന്ദ്രമാസ്റ്റർ ഞങ്ങളുടെ കീബോർഡ് വായിക്കാൻ അദ്ദേഹത്തിന് അത്യാവശ്യം മറ്റ് പരിപാടികളിൽ പോയി. ഞങ്ങളുടെ പരിപാടിക്ക് ഞങ്ങൾക്ക് സ്ഥിരം ഒരു ട്രൂപ്പാണ്. വേദിയിലും സദസ്സിലുള്ള ആരാധകരെ ഏറെ കൂടുതൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിൽ വിനോദ് മാഷ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അവരെ ജീവിതം, അതായത് ജനനം, അതായത് അച്ഛൻ അമ്മ, അവിടുന്ന് മുതൽ അവരെ അന്ത്യനിമിഷം വരെ ആ പട്ടടയിൽ അതിൻ്റെ ഒരു സാക്ഷ്യം വഹിച്ചിട്ടില്ല
പ്രമോദിൻ്റെ വാക്കുകൾ കുറച്ച് ദൈർഘ്യം എന്ന് തോന്നിപ്പോയെങ്കിലും കൂടി അത് ആവശ്യമെന്ന് തോന്നി. കാരണം നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും ഇരുന്നത് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കൂട്ടർ മാത്രമല്ല വിജയേട്ടനെ കുറിച്ചിട്ട് സംസാരിക്കാൻ പ്രാപ്തരുകൾ. അല്ലാതെ കൂട്ടറും വിജയേട്ടനെ കുറിച്ച് സ്നേഹിക്കുകയും അവരെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കൂട്ടറാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരു വേദി. പക്ഷേ ഇപ്പോൾ MR പയ്യേട്ടൻ പറഞ്ഞതുപോലെ ഇത് യാദൃശ്ചികമായിട്ടാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു അനുശോചനത്തിൽ മിനി പാർക്കും ഭാവരാവും കൂടി ചേർന്ന് നേരത്തെ പറഞ്ഞ പോലെ 2 ഭാവരാഗവും ഇല്ല, ഒറ്റയൊന്ന്, അത് വിജയേട്ടൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഭാവരാഗം. അവിടെ നേരത്തെ ഒരു ഇവിടത്തേക്ക് ഒരു പറിച്ച് നടൽ ഉണ്ടായത് 15 വർഷമായി. ഞാനിപ്പോൾ വിജയേട്ടനിലൂടെ നമ്മുടെ ഇവിടെയില്ല എല്ലാ സുഹൃത്തുക്കളെയും പരിചയപ്പെടുന്നതും ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടില്ല കുറേ ആൾക്കാരെ പരിചയപ്പെടാനുള്ളതും ഇനി അതിനുള്ള അവസരവും കൂടി ചിലപ്പം ഈ വിജയേട്ടൻ്റെ വിയോഗത്തിലൂടെ എന്ന് തോന്നുമ്പോൾ നേരത്തെ അവർ ധാരാളം ആൾക്കാരെ പരിചയപ്പെടുത്തി തന്ന ആ ഒരു സ്മരണ കൂടി നിലനിർത്തിയിട്ട് കാണുന്നുണ്ട്. കാരണം എനിക്ക് MR പയ്യേട്ടത്തിനറിയാം, സ്കൂൾ കാലഘട്ടം മുതൽ എൻ്റെ മേഖല ശരിക്കും നാടകത്തിൻ്റെ ആയിരുന്നു. കണ്ണൂർ ശ്രീകല ക്ഷേത്രത്തിൽ കുറേ വർഷം അവരെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നാട്ടിലെ ക്ലബ്ബ് വാസുട്ടി ഉൾപ്പെടെ അവരെ സംവിധാനത്തിൽ നാടകം ചെയ്തിട്ടുണ്ട്. അത് അധികം പേർക്കും അറിയില്ല. പക്ഷേ അന്നേരത്തെ പറഞ്ഞു വരുന്നത് രാജാട്ടനും മുഹമ്മദ് ഖാൻ, നമ്മുടെ വിട്ടുപോയ KV മുഹമ്മദ്, അദ്ദേഹമാണ് പിന്നെ നമ്മുടെ അയൽവാസികളായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പോയി ഞാൻ പ്രവാസ ജീവിതമെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഭാവരാഗം എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര ഉണ്ട്, നീ വെറും നാടകം മാത്രം പോരാ, നീ നല്ല പാട്ട് ആസ്വദിക്കുന്ന ആളല്ലേ, ഇന്നും ആ ആസ്വാദനം മാത്രമേ എനിക്കുള്ളൂ, ഒരു പാടാനുള്ള കഴിവ് ഇതുവരെ ആയിട്ടില്ല, പക്ഷേ ആ പാടാനുള്ള കഴിവ് നിനക്ക് ഉണ്ടാവും, നീ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ള നല്ല വാക്കുകൾ എന്നും വിജയേട്ടൻ്റെ ഓരോ പ്രോത്സാഹനം തരുന്ന രീതിയിൽ തന്നെ വിജയേട്ടൻ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ അവിടെ വന്നാൽ ആൾക്കാർ നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാർ നമ്മൾ രണ്ടാളും ഇല്ലേ, നീ വാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് വിജയേട്ടനാണ്. പക്ഷെ വിജയേട്ടൻ വളരെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ നമുക്ക് വീണ്ടും പോകാനില്ല ഒരു പ്രചോദനം വിജയേട്ടൻ്റെ ഉണ്ടായി. ഒന്നും അല്ലാതെ പറയുന്ന മൂളുന്ന സമയത്ത് പറയുന്നത് നിൻ്റെ പാട്ട് നല്ല പാട്ടാണ്, നിൻ്റെ സൗണ്ട് നല്ല സൗണ്ടാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞാകുമ്പം ഏതൊരാൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നാളെ പോകണമെന്നുള്ളൊരു തോന്നലുണ്ടാവും. ആ തോന്നലുണ്ടാക്കിയത് വിജയേട്ടൻ തന്നെയാണ്. സംഘാടക മികവ് എന്ന് പറഞ്ഞതെല്ലാം നമ്മുടെ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ചില ദിവസങ്ങളിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു 3-4 മാസം മുന്നേ നമ്മളെല്ലാം വിളിച്ചിരുത്തി, അവരെ വർക്ക്ഷോപ്പിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മരണത്തിന് ഒരു ഭയം, മരണത്തിന് മുന്നിൽ കാണുന്ന ഒരു പ്രവണത അത് വിജയേട്ടനെ എപ്പം പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് പലതവണ പറഞ്ഞതാണ്, ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പുട്ടിൻ്റെ പൊടിയിൽ നിന്നിട്ടേ നിങ്ങൾ പോകലൂ, നമ്മളിൽ പോകാൻ വേണ്ടിയിട്ടേ വിജയേട്ടൻ പോകലൂ, നിങ്ങൾ അനങ്ങാണ്ടിരിക്കുന്ന ഒരു പൂർണ്ണ ആരോഗ്യവാനാണ്, നല്ലൊരു മനസ്സല്ലേ, സംഗീതത്തിന് സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സ്. അപ്പം അവിടെ നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല. എപ്പം മരണത്തിനെ ഒരു വല്ലാതെ ഒരു ഭയപ്പെടുന്ന ഒരു രീതി പലതവണ അവരുടെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ സൗഹാർദ്ദം എന്തായാലും നിലനിർത്തി പോകണം. നിങ്ങളെ ഈ സ്ഥാനത്ത് ഞാൻ പറഞ്ഞു, വിജയേട്ടാ നിങ്ങളെല്ലാം എല്ലാവരും നമ്മളെ കൂട്ടുകാരും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ പാലത്തിൻ്റെ അടുത്ത് കണവര പാലത്തിൻ്റെ അടുത്തുള്ള സമയത്ത് ഞാൻ അതിൻ്റെ ട്രഷററായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഈ 15 വർഷം ഭാവരാഗമായിട്ട് ബന്ധപ്പെട്ടതിൽ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ചെല്ലണം, വീട്ടിൽ പോകണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് എനിക്കതിന് പറ്റി എന്നുള്ളൊരു സന്തോഷം. നിങ്ങളുടെ വരുന്നൊരു വീട്ടിലേക്ക് പോയി കുടുംബക്കാരെയൊക്കെ കാണാൻ സാധിച്ചു. വിജയേട്ടനും ഞാൻ ഒരുപാട് വേദികളിലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളൊന്നും ഒരുപാട് പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹമായിട്ടുള്ള സംസാരത്തിലും ഇടപെടലിലും എനിക്ക് തോന്നിയത് നല്ലൊരു മനുഷ്യനാണെന്നുള്ളത്. നല്ല വിനയത്തോടുകൂടി സംസാരവും നല്ലൊരു എളിമയും ഒക്കെയുള്ള ഒരു മനുഷ്യൻ, അതിലേറെ നല്ലൊരു സംഘാടകൻ, നിശബ്ദനായിട്ട് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രോഗ്രാമൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ടെൻഷൻ അടിക്കുന്നത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ എന്നാൽ വ്യത്യസ്തമായിട്ട് വളരെ ശാന്തമായിരുന്നു ആ പ്രോഗ്രാമുകളിൽ ഒന്നും ഇടപെടാതെ കഴിയുന്നത് വരെയും കണ്ണടച്ചിരുന്ന എല്ലാ പാട്ടുകളൊക്കെ ആസ്വദിക്കുന്ന വിജയേട്ടൻ എനിക്ക് കാണാൻ പറ്റി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്.
അങ്ങനെ വളരെ ചുരുക്കം പേര് മാത്രമേ കാണുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ കലാകാരന്മാരെ പാട്ട് ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ കലാകാരന്മാരെ അംഗീകരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു മനസ്സിന് ഉടമയായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അക്കൂട്ടത്തിൽ എനിക്കും ഇടയുണ്ട്. പലപ്പോഴും എല്ലാ പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നത് പ്രോഗ്രാം എന്നെ വിളിക്കും, ഡിക്ഷാന്തി വരണം, എൻ്റെ പാട്ട് പാടുന്നതൊക്കെ പറയും. അപ്പോൾ തിരക്കുള്ള സമയത്തൊന്നും എനിക്കത് വരാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ സംസാരിക്കാനൊക്കെ പറ്റും, ഇപ്പോൾ ഫോണിലൊക്കെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ. അതുപോലെ തന്നെ ഭാവരാഗത്തിൽ അവിടെ നടക്കുന്ന ചില സംഗീത പരിപാടികളിലൊക്കെ അവിടെ വന്ന് പാടാനും ഒരുപാട് പേരെ പരിചയപ്പെടാനും. ഇപ്പൊക്കെ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ ഹായ് ഹായ് കാണാം എന്നുള്ളൊരു, അതിനപ്പുറം അടുത്ത് ഇടപഴകാനും സംസാരിക്കാനൊക്കെ ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടാനും അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാനും ഇതുവഴി എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. ഇവിടെ വരാൻ പറ്റിയ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സംഘടിപ്പിച്ച മിനി പാർക്ക് ഭാവരാഗങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കണം, ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരുടെയൊക്കെ ഓർമ്മ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതിനുള്ള പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്യണം. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും എന്നൊക്കെ അറിയിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സംഗീതത്തെ സ്നേഹിക്കുന്ന പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. വിജയൻ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ്. വിജയേട്ടനെ കുറിച്ച് പ്രമോദേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാത്തതാണ്. എന്തായാലും വിജയേട്ടനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷം. അതോടൊപ്പം ഇങ്ങനെയൊരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ച ഭാവരാഗത്തിൻ്റെ, വിജയേട്ടൻ്റെ സ്വന്തം ഭാവരാഗത്തിനോടും മിനി പാർക്കിനോടും എൻ്റെയും കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ പേരിലും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. അടിയന് സുഖമില്ലാതെ കുറേ നാളായി വീട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. അടിയനെ വിളിക്കുന്ന സമയത്ത് പറയും, ഭാവരാഗത്ത് പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോകാറില്ല, ഇപ്പോൾ എവിടെയും പോകാറില്ല എന്നാണ് പറയാറ്. അങ്ങനെ ഒരു ദിവസം കണ്ണൂർ സംഗീത കൂട്ടായ്മയിലെ കലാകാരന്മാരൊക്കെ, നമ്മുടെ അഡ്മിന്മാരായിട്ടുള്ള കുറച്ച് പേർ എന്നത്തെയും പോലെ ഒത്തുചേർന്നപ്പോൾ ഒരാശയം മുന്നോട്ട് വെച്ചു. വിജയേട്ടന് തീരെ വയ്യ, വിജയേട്ടന് ഏറ്റവും ഇഷ്ടം സംഗീതമാണ്, നമുക്കൊരു ദിവസം വൈകുന്നേരം പോയി കുറച്ച് പാട്ടുകളുമായി കുറച്ച് സംസാരമൊക്കെ ആയിട്ട് തിരിച്ചു വന്നാലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന അത് സമ്മതിക്കുകയും എത്രയും അടുത്ത സമയത്ത് തന്നെ പോകണമെന്ന് നമ്മൾ തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ മെയ് 2-ാം തീയതിയാണ് വിജയേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒത്തുചേരുന്നത്. അതിന് തലേന്നുള്ള ഒരു ശനിയാഴ്ച രാത്രിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെ പോകാമെന്ന്. അത് നമ്മുടെ കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ എല്ലാമായിട്ടുള്ള ശരത് സാറിന് ജോലി സംബന്ധമായി ബോംബെയിലേക്ക് പോകേണ്ടതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ മാറ്റിവെച്ചു. മെയ് 2-ാം തീയതി ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. പ്രത്യേക കാരണങ്ങളൊന്നുമില്ല, നമ്മുടെ എല്ലാവരുടെയും ശരത്തേട്ടൻ്റെ സമയം കണക്കാക്കിയിട്ടാണ് ഞങ്ങളത് തീരുമാനിച്ചത്. കണ്ണൂർ സംഗീത കൂട്ടായ്മയും വിജയേട്ടൻ തമ്മിലുള്ള ബന്ധം, വിജയേട്ടൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ. അതുകൂടാതെ 13 വർഷക്കാലത്തിന് മുൻപ് കണ്ണൂർ സംഗീത കൂട്ടായ്മ മധുരിക്കും ഓർമ്മകൾ എന്ന പേരിൽ പരിപാടി കേരളത്തിനകത്തും പുറത്തും ചെയ്തിരുന്നു. മലയാള സിനിമ, നാടക, ഗസൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ്. ആ പരിപാടി ആദ്യമായി നടന്നു കഴിഞ്ഞു. 2-ാമത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ വിജയേട്ടനെ കാണിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസമുണ്ട് വിജയേട്ടൻ വിളിക്കുന്നത്, നിങ്ങളെല്ലാവരും ചേർന്ന് നമ്മുടെ ഭാവരാഗത്തിൽ വരണം, നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് കൂടണം, പാട്ട് പാടണം. അങ്ങനെ നമ്മളെ അനുമോദിക്കാൻ, കണ്ണൂർ സംഗീത കൂട്ടായ്മയെ അനുമോദിക്കാൻ ആദ്യം മുന്നോട്ട് വന്നത് ഭാവരാഗം എന്ന
ഈ സംഘടനയുടെ ആദ്യകാലത്തെ ആ റൂമിലായിരുന്നു. യോഗശാലകളിൽ ആ റൂമിൽ വെച്ച് നമ്മുടെ പാട്ടുകൾ പാടിയും കുശലം പറഞ്ഞും അവിടുന്ന് ഭക്ഷണം കഴിച്ചും ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ വിജയേട്ടൻ്റെ അടുത്ത് പോകാൻ തീരുമാനമെടുക്കുന്നു. അന്നത്തെ ദിവസം അവിടെ പോയി പാട്ട് പാടുന്നു. വിജയേട്ടൻ ആദ്യം നമുക്ക് തന്ന ആ ഒരു സ്നേഹാദരവ്, അതിനെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറം അതിനുള്ളിൽ വേറെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതിയായിരുന്നു. അന്നത്തെ ആ ദിവസം മെയ് 2-ാം തീയതി നമ്മൾ ഭാവരാഗത്തിൽ ഒത്തുചേർന്നിട്ട് 13 വർഷം പൂർത്തിയാകുന്ന ആ ദിവസമാണ്. 13 വർഷം നമ്മളൊരു പ്ലാനും ചെയ്യാതെ ചെയ്ത പരിപാടിയാണ് വിജയേട്ടൻ്റെ അടുത്ത്. അന്നത്തെ ദിവസം ആദ്യം നമ്മുടെ ഭാവരാഗത്തിൽ ഒത്തുചേർന്ന ദിവസം നമ്മുടെ കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ സെക്രട്ടറിയായ വിജയകുമാറിന് ആദ്യമായി ഒരു കുഞ്ഞ് ജനിച്ച ദിവസമായിരുന്നു. അതുകൊണ്ട് അവൻ കൃത്യമായിട്ട് അവിടുന്ന് പറഞ്ഞപ്പോഴാണ് 13 വർഷം കണ്ണൂർ സംഗീത കൂട്ടായ്മയോടൊപ്പം ഇരുന്ന ആ ദിനം ഓർമ്മ വന്നത്. അത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ളൊരു അറിയിപ്പ്. വീണ്ടും ഇതുപോലെ ഇതൊരു അവസാനമായി കാണാതെ എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് വിജയേട്ടൻ്റെ അടുത്ത് വരണം, ഇതുപോലെ പാട്ട് പാടണം എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. പക്ഷേ കാലം കാത്തു നിൽക്കാതെ വിജയേട്ടനെയും കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. എന്തായാലും ഭാവരാഗം എന്ന പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് സൗഹൃദങ്ങളെ കെട്ടിപ്പടുത്തുയർത്തി അവർക്കെന്നും ഒത്തുചേരാനുള്ള സൗകര്യമുണ്ട്, ബന്ധങ്ങളുണ്ട്. വിജയേട്ടൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, വിജയേട്ടൻ എപ്പം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ടീം വരും, വിളിച്ചാൽ നമ്മുടെ ടീം ഒന്നായി വരും. വിജയേട്ടൻ വിളിച്ചാൽ വരും, നിങ്ങളെല്ലാവരും വരും എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ നേരത്തെ തീരുമാനിച്ചൊരു വീട്ടിലാണ് പരിപാടി. വിജയേട്ടന് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ കുറേ പേർ വരുമായിരുന്നു. അത് വീട്ടിലൊരു ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് കരുതി നമ്മൾ കുറച്ച് പേർ മാത്രമാണ് പോയത്. വിജയേട്ടൻ അന്ന് കുറച്ച് ആരോഗ്യം നല്ല ഒരവസ്ഥയിലായതുകൊണ്ട് തന്നെ വിജയേട്ടൻ്റെ നാടക സംഗീതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജോൺസൺ മാഷിൻ്റെ കൂടെ വർക്ക് ചെയ്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കലാകാരന്മാരെ വേദികളിലേക്ക് കൊണ്ടുവന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി വിജയേട്ടൻ സംസാരിക്കേണ്ടായിരുന്നു. പിന്നെ അടുത്ത ആഴ്ചയായപ്പോഴേക്കും ആ അവസ്ഥ മാറി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വന്നു. അങ്ങനെ നമുക്ക് എല്ലാമായ കലാരംഗത്ത് ഒരുപാട് ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്നു വേദികളിൽ അവസരം നൽകിയ വിജയേട്ടൻ നമ്മളിൽ നിന്ന് അകന്നുപോയി. നമ്മുടെ വിജയേട്ടൻ മരിച്ച ദിവസം നമ്മുടെ വിനോദ് മാഷ് കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ അംഗം കൂടിയാണ്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് അന്ന് നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ആള് ദിവസവും ശുഭദിനം അറിയിച്ചുകൊണ്ട് പിന്നെ മാഷ ഓർമ്മിക്കാത്ത ഒരു ദിവസം പോലുമില്ല. അങ്ങനെയാണ് മാഷോട് പറയുന്നതും മാഷ് ആ ഒരു നമ്മുടെ ഈ പരിപാടിയിലേക്ക് വരുന്നതും വളരെ രസകരമായി അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് വളരെ രസകരമായി നമുക്ക് ആ പരിപാടി ചെയ്യുവാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. പിന്നെ പ്രമോദേട്ടൻ നമ്മുടെ കൂടെ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു, കണ്ണൂർ ഒരു ഫ്ലവർ ഷോ. അവിടെ ഒരു കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ പരിപാടിയിൽ പുല്ലാങ്കുഴൽ വായിക്കാൻ പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ മുഖങ്ങളെ കണ്ട് ഒരു ഓർമ്മയുണ്ട്. അതെല്ലാം വിജയേട്ടനിലൂടെയായിരുന്നു. അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ലാതെയാണ് നമ്മൾ കൂട്ടുകുടുംബമായിട്ട് പണ്ട് മുതലേ അവിടെ ജനിച്ചു വളർന്നതാണ്. വിജയേട്ടനെ കാണുന്നത് മുതൽ വിജയേട്ടൻ്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ കലയാണ്. കല എങ്ങനെയാണ് നാട്ടിലുള്ള ആൾക്കാർ ആദ്യം നിരീക്ഷിച്ചിട്ട് അവരിൽ കലയുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ പരിശ്രമിച്ചിട്ടുണ്ട്. ഏതൊരാളെയും കലാപരമായിട്ടുള്ള രംഗത്തു നിന്ന് പിന്നെ ഏത് കലയായാലും നാടകമായാലും കഥാപ്രസംഗമായാലും സംഗീതമായാലും ആ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വളരെ പരിശ്രമിച്ചിട്ടുണ്ടായി. പിന്നെ വീട്ടിൽ ചോറ് വെച്ചിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല, ഈ രംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു
കഴിവ് പിന്നെ ഈ ചേട്ടൻ്റെ നിര്യാണം നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തീരാ നഷ്ടമാണ്. അതിൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും കഠിനമായ ഒരു ജോലി ആണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഈ പരിപാടിയിൽ നമ്മൾ ക്ഷണിച്ചു വന്നതിലുപരി വിജയാനോടുള്ള സ്നേഹം കൊണ്ട് എത്തിച്ചേർന്നതാണ് ഈ മുഴുവൻ ആളുകളും. അപ്പോൾ ആരോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. ഏതായാലും ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി ഇന്ന് ഈ അനുസ്മരണ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചതും ഉദ്ഘാടനം വഹിച്ചതും വിനോദങ്ങളിലും നമ്മളെ ഇതിൻ്റെ തന്നെ ഭാഗം തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച വിനോദന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന കലാകാരൻ കൂടിയാണ് കെ റാമിനും ഔപചാരികരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന പ്രിയ കഥാകാരൻ MR പയ്യട്ടം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ അനിയേട്ടനോട് VS അനിൽകുമാർ അനിയേട്ടനോട് പറയണമെന്നറിയില്ല. അനിയേട്ടൻ നമ്മുടെ ഭാഗം തന്നെയാണ്, മിനി പാർക്കിൻ്റെ ഭാഗമാണ്. എന്തായാലും VS അനിൽകുമാർ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഭാവരാഗത്തിൻ്റെയും മിനി പാർക്കിൻ്റെയും പേരിൽ നന്ദി.